ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ അച്ഛൻ എന്തെങ്കിലും പറ്റുമോ ആന്റി? സച്ചേച്ചനൊന്ന് കാണിക്കോ? ഇപ്പൊ കാണാൻ പറ്റില്ല മോളെ. അച്ഛനൊന്നും വരില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. അപ്രതീക്ഷിതമായി പഴങ്ങഞ്ഞിക്കടയിലുണ്ടായ ഭക്ഷ്യവിഷബാധയേറ്റ് നിരവധി പേർ ആശുപത്രിയിൽ. ഇന്ന് രാവിലെയാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. 2 പേരുടെ നില അതീവ ഗുരുതരമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നു. ഇതാണ്, ഇതിനു വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. നോക്ക് രാജീവേ, എന്റെ ശത്രുക്കളുടെ തകർച്ചയുടെ വിളംബരം കേട്ടില്ലേ? സകല ചാനലുകാരും ഓൺലൈൻ മീഡിയാസും ആശുപത്രി തന്നെ ഉണ്ട്. എന്റെ മുഖ്യ ശത്രു അത്യാസന്ന നിലയിൽ മരണത്തോട് മല്ലടിച്ച് അതേ ആശുപത്രി കിടക്കയിൽ. ബാക്കി ശത്രുക്കളുടെ കരച്ചിലും പിഴിച്ചിലും നിലവിളിയും. അത് മതി, അവന്തികയ്ക്ക് ഇത്രയും മതി. ഇനി ആ ചാകാൻ കിടക്കുന്നവന്റെ ജീവൻ കൂടി അങ്ങ് മേലോട്ടെടുത്താ പിന്നെ എന്റെ സന്തോഷം കടലിലെ തിരകൾ പോലെ മേലോട്ടുയരും. മാധ്യമങ്ങൾക്കെല്ലാം വേണ്ടത് കൊടുത്തു അല്ലേ? ഞാൻ ആർക്കും ഒരു കൈക്കൂലിയും കൊടുത്തിട്ടില്ല. ഒരാളെയും വിളിച്ച് എന്ത് ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അവർക്ക് വേണ്ട ഇരകളെ ഞാൻ അവർക്ക് മുന്നിലോട്ട് ഇട്ടു കൊടുത്തു. ഇനി ആ ഇരകളെ കൊത്തിപ്പറിച്ച് അവര് വിശപ്പടക്കിക്കോളും. വന്നപ്പോ വാർത്തകളിൽ സത്യമേത് അസത്യമേതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായി. ഇതോടുകൂടി അവരുടെ സകല കച്ചവടവും പൂട്ടും. ഇനി അവർക്കൊരു ബിസിനസ്സും ഈ നാട്ടിൽ തുടങ്ങാൻ പറ്റില്ല. എന്തായാലും രംഗം കൊഴുത്തു കഴിഞ്ഞു. ഇനി പന്ത് രാജീവിന്റെ കോർട്ടിലാ. മേഡം പേടിക്കണ്ട, ഇനി എന്ത് വേണോന്ന് എനിക്കറിയാം. കാര്യങ്ങൾ മേഡം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നടക്കും. ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസിൽ അവനെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു പോലീസ് വണ്ടി അവരുടെ മുറ്റത്ത് നിന്ന് നിൽക്കട്ടെ. പിന്നെന്ത് ചെയ്യണമെന്ന് രാജീവ് തീരുമാനിച്ചാ മതി. ഞാനെല്ലാം തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. ഇനി നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകും. അത് പറഞ്ഞു കേൾക്കാനുള്ളതല്ല, നേരിട്ട് കാണാനുള്ളതാ. ചെന്ന് നമ്മൾ തീരുമാനിച്ച നീതി നടപ്പാക്കിയിട്ട് വാ.